ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലെ ക്രമക്കേടിൽ അന്വേഷണം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ 7.32 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 2025 മാർച്ച് 11 മുതൽ മെയ് 6 വരെ കേരള മെഡിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി 7.32 കോടിയുടെ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് പർച്ചേസ് നടത്തിയതെന്നും ഉയർന്ന വിലയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയെന്നുമാണ് ആരോപണം. പിന്നാലെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ലെന്നും അനാവശ്യ ചെലവോ ക്രമക്കേടുകളോ ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെ വെള്ളപൂശുന്നതാണെന്നായിരുന്നു മന്ത്രിയുടെ വിലയിരുത്തൽ. റിപ്പോർട്ട് അംഗീകരിക്കാത്ത ആരോഗ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്ത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ ചട്ടപ്രകാരമായിരുന്നോ, ടെൻഡർ വ്യവസ്ഥകൾ പാലിച്ചോ, ബ്ലീച്ചിംഗ് പൗഡർ ന്യായമായ വിലയ്ക്കാണോ വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കത്തിൽ തുടർ നടപടി സ്വീകരിച്ചാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2 ദിവസത്തിനകം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക. ജനം, തിരുവനന്തപുരം.